ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈദ് റിലീസായി തിരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട മലയാള സിനിമയാണ് ആട് 3. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 19 തിരഞ്ഞെടുക്കുന്ന ഈ സിനിമയിൽ ജയസൂര്യ, സൈജു കുറുപ്പ്, വിനായകൻ, സണ്ണി വെയിൻ, ധർമ്മജൻ ബോൾഗാട്ടി, വിജയ് ബാബു, ഫഹദ് മാനുവൽ, ഹരികൃഷ്ണൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ 40 ലക്ഷം പ്രീസെയിൽ ഘടന ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട്. ഷാൻ റഹ്മാൻ സംഗീതം പാർന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ സുൽത്താൻ വീഡിയോ സോങ് ഇന്ന് പുറത്തു വന്നിട്ടുമുണ്ട്. ചിത്രത്തിന്റെ സെൻസറിംഗ് സർട്ടിഫിക്കറ്റ് പുറത്തു വരുമ്പോൾ യു സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. 140 മിനിറ്റ്, അതായത് 2 മണിക്കൂർ 20 മിനിറ്റ് ദൈർഘ്യമുള്ള ആട് 3യുടെ കേരളത്തിലെ ആദ്യ പ്രദർശനം ആരംഭിക്കുന്നത് രാവിലെ 9:30-നാണ്. രൺവീർ സിംഗ് നായകനായി ആദിത്യധർ തിരക്കഥ സംവിധാനം ചെയ്ത ദുരന്തർ 2 തിയേറ്ററിലെത്തുന്നതും മാർച്ച് 19-നാണ്. പ്രീമിയർ ഷോയ്ക്ക് വേണ്ടിയുള്ള അഡ്വാൻസ് ബുക്കിംഗ് വഴി ഈ സിനിമ 60 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്യുന്നത്. ഇന്ന് റെഗുലർ ഷോ ഉൾപ്പെടെ എല്ലാ മേഖലയിലും ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന ഭീഷ്മർ എന്ന സിനിമയുടെ 1 മിനിറ്റ് 58 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഒരു റൊമാന്റിക് കോമഡി എന്റർടൈനർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ദിവ്യ പിള്ള, സെന്തിൽ കൃഷ്ണ, ഇന്ദ്രൻസ്, ജിബിൻ ഗോപിനാഥ്, മണികണ്ഠൻ ആചാരി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. അൻസാജ് ഗോപി തിരക്കഥ തയ്യാറാക്കിയ ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് രതീഷ് റാമാണ്. ജോൺ കുട്ടിയാണ് എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത്. രഞ്ജിൻ രാജ്, KA ലത്തീഫ് എന്നിവർ സംഗീത സംവിധാനം നിർവഹിക്കുന്നു. നിലവിൽ മാർച്ച് 20 ഈദ് റിലീസായി ചിത്രം തിയേറ്ററിലെത്തിക്കാനാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററെത്തിയ മലയാള സിനിമയാണ് പ്രകമ്പനം. ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 3,50,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 43 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 15,25 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 23,55 ലക്ഷം റേഞ്ചിലാണ്. ജിത്തു സതീശൻ മംഗലത്ത് തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 6 തിയേറ്ററെത്തിയ മലയാള സിനിമയാണ് സംഭവം അധ്യായം 1. സിദ്ധാർത്ഥ ഭരതൻ, വിനീത് കുമാർ, അസ്കർ അലി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 8ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 31 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വരെ ഈ സിനിമ കേരളത്തിൽ 2,96 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 9ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 45 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 3,40 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4,25 ലക്ഷം റേഞ്ചിലുമാണ്. ക്രിശാന്ത് തിരക്കഥ സംവിധാനം ചെയ്ത മസ്തിഷ്ക മരണം എന്ന സിനിമ 3ാമത്തെ ശനിയാഴ്ച കൂടിയായ 16ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ചിത്രം ഇന്നലെ വരെയുള്ള 15 ദിവസം കൊണ്ട് കേരളത്തിൽ 2,59 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 6 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 2,65 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3,50 ലക്ഷം റേഞ്ചിലുമാണ്. റഹ്മാൻ, ഭാവന എന്നിവർ പ്രധാന താരങ്ങളായി റിയാസ് മാരാത്ത് തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് അനോമി. ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ വിവരങ്ങൾ നിലവിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ 3,40 ലക്ഷം, തമിഴ്നാട്ടിൽ 19 ലക്ഷം, കർണാടകയിൽ 12 ലക്ഷം, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 2 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 5 ലക്ഷം എന്നിങ്ങനെ 3,78 ലക്ഷം രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $1.64 അതായത് $1,50 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5,28 ലക്ഷം രൂപയാണ് ഫൈനൽ കളക്ഷനായി ലോകമെമ്പാടുമായി നേടിയെടുത്തിട്ടുള്ളത്. 4 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് കേരള ഷെയറായി 1,55 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഷെയറായി 2,38 ലക്ഷം രൂപയുമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.